ദസറ കാണാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോ ദസറക്കുള്ള പോക്കാണ്. നമ്മൾ രാവിലെ ഒരു 10 o'clock ഇറങ്ങി ഒരു 2-3 o'clock ആവുമ്പോൾ കാരണം നല്ല ട്രാഫിക് ആയിരുന്നു. ഇപ്പൊ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ എത്തിയിട്ടുള്ളത്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയുണ്ട് എന്നുള്ളത്. ദസറ ഇപ്രാവശ്യം 2024 ദസറ ലാസ്റ്റ് ടൈം പോണെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ആ സമയത്ത് നമ്മൾ ഊട്ടി ട്രിപ്പിലായോണ്ട് ക്യാൻസൽ ആയി. അപ്പോൾ വിചാരിച്ചു ഇപ്രാവശ്യം ദസറ എങ്ങനെയെങ്കിലും കാണാം. 10 days ആയി തുടങ്ങിയിട്ട്, നാളെയാണ് ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ടാവും. കുറേ റീൽസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്, നല്ല ക്രൗഡഡ് ആണെന്ന്. നമുക്ക് നോക്കാം. അതെ, ഇപ്പൊ തന്നെ എക്സ്പ്രസ് ഹൈവേയിൽ സാധാരണ ഇത്രയും വണ്ടി ഉണ്ടാവാറില്ല. ഇപ്പൊ നിറയെ വണ്ടിയാണ് എക്സ്പ്രസ് ഹൈവേ തന്നെ. മിക്കവാറും അങ്ങോട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പം ദസറ മൈസൂർ കാണാം. ഓക്കെ. അപ്പം സമയം ഇപ്പം ഏകദേശം 2 മണിയായിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൂജാരീസ് ഫുഡ് ലാൻഡിൽ വന്നിട്ടുണ്ട്. നോക്കാം എങ്ങനെയുണ്ട് ഫുഡ് എന്ന്. നമ്മൾ മുന്നേ ഈ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്, പക്ഷെ അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഫുഡ് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കയറിയത്. മൈസൂർ എത്തുന്നതിന് ഒരു 10 കിലോമീറ്റർ മുന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള എന്താ പറയുക പാർക്കിംഗ് സ്പേസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട ഇത്രയും വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇഷ്ടം പോലെ വണ്ടികൾക്ക് വെക്കാം. ഇത്രയും വലിയ സ്പേസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നോൺ വെജും വെജും എല്ലാം കിട്ടുന്ന കൗണ്ടേഴ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഉണ്ട്. അതുകൊണ്ട് ആരും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്, നമുക്ക് സുഖമായിട്ട് ഇരിക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപോപ്പും മെയിൻ കോഴ്സായിട്ട് ബട്ടർ നാനും അതുപോലെ തന്നെ ചിക്കൻ മസാലയാണ്. കുറച്ച് ടൈം എടുത്തിന് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ഒക്കെ ഫിഷിൻ്റെ കുറേ വെറൈറ്റികളാണ്. പക്ഷെ നമ്മളങ്ങനെ പുറത്തുനിന്ന് ഫിഷ് കഴിക്കൽ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഫിഷൊന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ മാത്രമാണ്. എങ്ങനെയുണ്ട് ഫുഡ്? അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഈ 2 സൈഡിൽ നിങ്ങൾ കാണുന്നത് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇവരെ ഡിഫറെൻറ്റ് ഡൈനിങ് ഏരിയ ആണ്. അതുകൂടെ ഇവിടെ ബാറുണ്ട്, ബാർ റെസ്റ്റോറൻറ്റ്. പിന്നെ ഫാമിലി സെക്ഷൻ വേറെ തന്നെയുണ്ട്. അങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. നമ്മള് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളി, പക്ഷേ ചിക്കൻ മസാല കറി കുറച്ചുകൂടി സ്പൈസി കുറവാണ്. അതെ, ഇവരുടെ ഫുഡ് ഒരു ബാംഗ്ലൂർ സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കും. ബാംഗ്ലൂർ സ്റ്റൈൽ ആയതുകൊണ്ടാണ് തോന്നുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ ഫിഷ് ആണല്ലോ, ഫിഷ് ലാൻഡ് ആണ്, സ്പെഷ്യൽ ആണ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി മൈസൂരേക്ക് ഒരു 10 കിലോമീറ്റേഴ്സ്. നോക്കാം ഇപ്പം എത്ര ആള് വന്നിട്ടുണ്ടല്ലേ. പാർക്കിംഗ് ഒക്കെ കുറേ നമ്മൾ വന്ന ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഒരു റോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ കാറൊക്കെ അപ്പുറത്തെ സൈഡിൽ അത്രയും വണ്ടി ആൾക്കാർ ഇവിടെ കയറിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. എന്തായാലും നമുക്കിനി വേഗം മൈസൂരേക്ക് പോവാം. അങ്ങനെ നമ്മളിപ്പോൾ മൈസൂർ ഇവിടെ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്തു. നമ്മൾ എക്സ്പ്രസ് ഹൈവേ ഒക്കെ കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് സിറ്റിയിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈസൂർ എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റേഴ്സ്. അവിടെയാന്ന് പാർക്കിങ്ങിന് സ്പേസ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഭയങ്കര ക്രൗഡാണ്, വണ്ടിയൊക്കെ ഫുള്ളാണ്, ബ്ലോക്കാണ്. ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നതാണ് മൈസൂരിലെ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. ഏഷ്യയിലെ വൺ ഓഫ് ദ ടോളസ്റ്റ് ചർച്ചാണ്, ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ മുന്നേ വന്നതുകൊണ്ട് ഇപ്പോൾ എന്തായാലും കയറുന്നില്ല. അപ്പോൾ നമ്മൾ മൈസൂർ എക്സിബിഷൻ കാണാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ പാർക്കിങ്ങും ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മൈസൂർ പാലസ്. ഓൾമോസ്റ്റ് ഈ സമയം കൊണ്ട് തന്നെ ഫുൾ ക്രൗഡാണ്. ഇനിയിപ്പോൾ രാത്രിയൊക്കെ എന്തായിരിക്കും അവസ്ഥ? മഴയെല്ലാം പെയ്തിട്ട് ഫുൾ ചളിയായിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് മൈസൂർ പാലസിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് അത്ര ഒരു ട്രാഫിക് ഇല്ല. അപ്പോൾ ഈ ഗ്രൗണ്ടിലാണ് നമ്മൾ വണ്ടി വെച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല ലൈറ്റ് ഡെക്കറേഷൻ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് രാത്രിയാകുമ്പോൾ കാണിച്ചു തരാം രാത്രിയുള്ള വിഷ്വൽസ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ നൈറ്റ് ആയിരിക്കും ഇതൊക്കെ കാണാൻ നല്ല അടിപൊളിയെന്ന് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ എന്തായാലും നമ്മൾ എക്സിബിഷൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കയറുന്നില്ലെങ്കിലും ടിക്കറ്റ് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽസിന് 35 അതുപോലെ കുട്ടികൾക്ക് 20 ആണ്. അങ്ങനെ വലിയൊരു എമൗണ്ട് ഒന്നും ടിക്കറ്റ് നമുക്ക് ആവുന്നില്ല.
ഓൾറെഡി ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കയറാൻ തുടങ്ങിയിട്ട് 4 മണിക്ക് അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. എക്സിബിഷൻ്റെ അകത്ത് ലൈറ്റൊന്നും ഓൺ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. ഇവിടെ അടുത്ത് ജെമിനി സർക്കസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം ഒരു ഓട്ടോ പിടിച്ചു നേരെ സർക്കസിൻ്റെ അടുത്തേക്ക് പോകും. കാരണം സർക്കസിൻ്റെ ഷോർട്ട് ടൈം 4 മണിയാണ്. ഏകദേശം 4:05 ആയിട്ടുണ്ട്. ഇപ്പം 50 രൂപ ഓട്ടോ ചാർജ് അയാൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ തന്നെ പോകാമെന്ന് ചോദിച്ചു. കാരണം ഒരു നടക്കാനെന്തെങ്കിലും ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾ തന്നെ ഇവിടെ ഈ മറ്റേ അക്വാ വേൾഡ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അക്വേറിയത്തിൻ്റെ അതൊക്കെ കാണാൻ കഴിഞ്ഞു. മീൻസ് അതിൻ്റെ പുറത്തൊക്കെ നിറയെ ആളാണ്. എല്ലാ സ്ഥലത്തും അത്യാവശ്യം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുതിരവണ്ടീൻ്റെ സവാരിയൊക്കെ ഇവിടെയുണ്ട്. പോകുന്ന വഴിക്ക് നല്ലൊരു ബിൽഡിംഗ് കാണിച്ച് നോക്കിയതാണ്. അതിവിടെയുള്ള സ്നോ പാലസ് ആണ്. പക്ഷെ നമ്മൾ അവിടെ ഒന്നും കയറിയില്ല. അങ്ങനെ നമ്മുടെ ഓട്ടോ സർക്കസ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പെട്ടെന്ന് ടിക്കറ്റ് കൗണ്ടർ കണ്ടെത്തിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ മാള് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഈ ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷും സെപ്പറേറ്റ് കൗണ്ടറായിരുന്നു. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം സർക്കസ് കാണാൻ വന്നു. ചെറിയ സ്കൂളുകളിൽ അങ്ങനെ പഠിക്കുമ്പോൾ കണ്ടാണ് മുന്നേ സർക്കസ്. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ സർക്കസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ കുറച്ച് ആനിമൽസിൻ്റെയൊക്കെ ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ചെറിയ മൂവ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മോട്ടറൊക്കെ വെച്ചിട്ട്. എന്തായാലും കൊള്ളാം. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം സർക്കസ് കണ്ടു. കുഴപ്പമില്ല എന്ന് പറയാം. കാരണം ഇപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പല റിയാലിറ്റി ഷോസിലും കാണുന്നതുകൊണ്ട് അത്ര ഒരു നമ്മൾ എക്സൈറ്റ്മെൻറ്റ് ചെയ്തില്ല. പക്ഷെ എന്തായാലും കൊള്ളാം. പണ്ടത്തെ ഒരു ഓർമ്മയിലേക്ക് പോയി സർക്കസൊക്കെ കണ്ടിട്ടുള്ളത്. നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് വീണ്ടും നേരെ എക്സിബിഷനുള്ള സ്ഥലത്തേക്ക് തിരിച്ചു. എക്സിബിഷൻ ഗ്രൗണ്ടിൽ എത്തി നോക്കുമ്പോൾ ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. നല്ല ഹെവി ക്രൗഡാണ്. നമ്മൾ നേരത്തെ കണ്ട സ്ഥലം കംപ്ലീറ്റ് മാറിയ പോലെ ഫുൾ ലൈറ്റിങ്, ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ വരെ ഒരു ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോട്ടസിൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ലൈറ്റിങ്, അതുപോലെ ഫൗണ്ടൻ, വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്.
കംപ്ലീറ്റ് ക്രൗഡ് ആയിട്ടുണ്ട്, നല്ല തിരക്കുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നോക്കാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെച്ചതുകൊണ്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. നമ്മൾ നേരത്തെ ഇതിനകത്ത് കയറിയതെങ്കിൽ നമുക്ക് ഈ ലൈറ്റിംഗ് ഒക്കെ മിസ്സാകുമായിരുന്നു. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുമായിരുന്നല്ലോ. അപ്പോൾ നേരത്തെ കയറാതിരുന്നത് നമുക്ക് നന്നായും തോന്നി. ഇതിനകത്ത് കയറി വെക്കുമ്പോഴാണെങ്കിൽ നല്ല ക്രൗഡാണ്, പുറത്തുള്ളതിനെക്കാട്ടും നല്ല ക്രൗഡാണ്. അതുപോലെ തന്നെ കുറേ ഫ്ലവർ ഡെക്കറേഷനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. മെയിൻ ലൈറ്റിംഗ് തന്നെയാണ്, പക്ഷെ എന്നാലും ഫ്ലവർ ഡെക്കറേഷനും കുറേ ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആൾക്കാരൊക്കെ കുടയൂടിയിട്ടുണ്ട്. നമ്മളെ കയ്യിൽ കുടയൊന്നുമില്ല, ചെറിയ മഴയായതുകൊണ്ട് സാരമില്ല എന്ന് വിചാരിച്ചു നമ്മൾ. അപ്പോൾ നമ്മളും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് ഇറങ്ങി. ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇതിൻ്റെ അകത്ത്. കുറേ ആൾക്കാർ പറഞ്ഞു ഇതിനകത്ത് കണ്ടിറങ്ങും തന്നെ 1-2 മണിക്കൂറാവുന്നു. നമ്മളെന്തായാലും അത്രയും സമയം ഇതിൽ സ്പെൻഡ് ചെയ്യില്ല, കാരണം ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് പാലസ് കാണാൻ പോകാൻ.